ഇന്ന് എല്ലാ ആൾക്കാർക്കും വളരെ സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഞങ്ങളും വോട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ്. വോട്ട് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഗെയ്സ്. അപ്പം ഞാൻ എൻ്റെ അവിടെയും പോയി അണ്ണൻ്റെ സ്ഥലത്തും പോയി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അണ്ണൻ വീട്ടിൽ വന്ന് നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നല്ല ദാഹിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ശ്രീലക്ഷ്മി ബേക്കറി കയറിയിട്ട് ഒരു സാൻഡ്വിച്ചും ഒരു ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അങ്ങനെ നമ്മളാണെങ്കിൽ പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടി ഷാർജയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചും ബർഗറും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ഗെയ്സ്. അപ്പം നമ്മൾ മിക്കവാറും ഈ ഒരു ബേക്കറിയിലാണ് നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയാണ് നമ്മളെപ്പോഴും പോകുന്നത്. അപ്പം ഷാർജയാണ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാർജയെ പറ്റി പറയുവാണെങ്കിൽ അത് നല്ല സൂപ്പറായിരുന്നു ഗെയ്സ്. അങ്ങനെ നമ്മൾ ഷാർജയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് പൈസയൊക്കെ അടച്ചിട്ട് നമ്മളാണെങ്കിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ബീച്ചിൽ പോവാണ് ഗെയ്സ്. അപ്പോൾ ഏത് ബീച്ചാണെന്ന് വെച്ചാൽ നമ്മൾ അഴീക്കൽ ബീച്ചിലാണ് പോകുന്നത്. അപ്പം ആ അഴീക്കൽ ബീച്ചിൻ്റെ പ്രോപ്പർ പ്ലേസ് എത്തുന്നതിന് മുന്നേ നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നല്ല കാമൻ കോയിറ്റിലുള്ള ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഊഞ്ഞാലിലൊക്കെ ആടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ബീച്ചിലോട്ട് പോവാണ്. അങ്ങനെ ബീച്ചിൽ നടന്ന അടിപൊളി വൈബാണ് ഗെയ്സ്. അപ്പം നമ്മൾ എപ്പോഴും വരുന്നതിനേക്കാളും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ നമ്മുടെ കാലത്ത് വിശായും കടൽ കാണുമ്പോൾ ഭയങ്കര ആവേശമാണ് ഗെയ്സ്. അങ്ങനെ അവർക്ക് ചാടാനും ഇറങ്ങാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ്. അങ്ങനെ അവരെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗെയ്സ്. ജസ്റ്റ് ഒന്ന് കാല് കഴിപ്പിച്ചിട്ടുള്ള അപ്പോഴത്തേന് അവരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഒരുപാട് ടൈം ഏകദേശം ഒരു 1 അവർ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതാണ്. അടിപൊളി വൈബായിരുന്നു ഗെയ്സ്. അങ്ങനെ നമ്മൾ അവിടെ പിള്ളേരെയൊക്കെ കളിപ്പിച്ച് നമ്മൾ ഇത്രയും പേരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മായി എത്തായും ബാധമൊന്നും വന്നിട്ടില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു ഗെയ്സ്. അപ്പം നമ്മൾ എപ്പോഴും വരുന്ന പോലെ അല്ല, നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അപ്പം നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം കടലിൽ കളിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വരികയാണ് ഗെയ്സ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.